ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പോട്ട്പൂരി. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും മാളിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കവറിൻ്റെ അകത്ത് പോട്ട്പൂരി ഇരിക്കുന്നതാണ്. ഇത് പല പല കളറിലുണ്ട്. വയലറ്റ് കളറ്, ചുവപ്പ് കളറ്, മഞ്ഞ കളറ്, ഇങ്ങനെ പല പല കളറുണ്ടാകും പോട്ട്പൂരി ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ പല ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയില്ല. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഒരു എയർ ഫ്രഷ്നറാണ്. നമ്മുടെ മൂഡ് നല്ല ക്ലിയർ ആക്കുന്ന ഒരു സംഭവമാണിത്. നല്ല എയർ ഫ്രഷ്നർ. നമ്മൾ എത്രയോ പൈസ മുടക്കി എയർ ഫ്രഷ്നറൊക്കെ മേടിച്ച് നമ്മുടെ റൂമിൻ്റെ അകത്തൊക്കെ സ്പ്രേ ചെയ്യുന്നു. പക്ഷേ ഇതുപോലെ ബോട്ടിലിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അകത്ത് ഇതുപോലെ ആക്കി ചെറിയ ബോട്ടിലിൻ്റെ അകത്താക്കി നമ്മുടെ റൂമിൻ്റെ അകത്ത് എല്ലാം ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ അകത്തും റൂമിൻ്റെ അകത്തും ഒക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതിനൊരു ചെറിയ മണമൊക്കെ ഉണ്ട്. അത് കാരണം നമ്മുടെ മുറിയൊക്കെ നല്ല ഒരു ചെറിയൊരു മണത്തിൽ നല്ല സ്മെല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ലതാണ് ഇത്. ഞാൻ എല്ലാ റൂമിൻ്റെ അകത്തും ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇച്ചിരി സ്പ്രേ എന്തെങ്കിലും ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തേക്കൊക്കെ നല്ല മണത്തോടു കൂടി തന്നെ ഇരിക്കും. അല്ലെങ്കിൽ തന്നെ ആയാലും വെച്ചാൽ മതി. ഇതൊരു എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇത് നമ്മളിങ്ങനെ 150 രൂപയോളം വിലയുണ്ട് ഇതിന്. പക്ഷെ ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് എന്തൊക്കെ സാധനം ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. ഇത് കണ്ട് ഇതൊരു തടി പോലെ ഒരു സാധനമാണ്. ഇത് കളർ ചെയ്തേക്കുന്നുണ്ടേ ഉള്ളൂ. അതുപോലെ ഇത് തേങ്ങയുടെ മണ്ടവശമാണ്. അതുപോലെ ഇത് ഓരോ പൂവിൻ്റെയൊക്കെ പെറ്റലുകളൊക്കെയാണ്. നമ്മളിൽ കിട്ടുന്ന ഓരോ പൂവിൻ്റെയും പെറ്റലുകൾ എടുത്തിട്ട് നമ്മൾ ബുക്കിൻ്റെ അകത്തോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ അകത്തോ ഒക്കെ 2 ആഴ്ചത്തേക്കൊന്ന് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങി നമുക്ക് കിട്ടും. അത് മതി നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാനായിട്ട് അത് തന്നെ മതി. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ, ഓറഞ്ച്, പോമോഗ്രാനൈറ്റ് ഇതിൻ്റെയൊക്കെ തൊലിക ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് വെച്ച് നല്ലതായിട്ട് ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല ഒരു മണം കിട്ടും. ഇതൊക്കെയാണ് സംഭവങ്ങളിൻ്റെ അകത്ത്. ചെറിയ വേരുകൾ, ചെറിയ കമ്പുകൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. യൂക്കാലിപ്സിൻ്റെ തണ്ടുണ്ടല്ലോ, അതൊന്ന് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മണം കിട്ടും. അങ്ങനെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളും ഇതുപോലെ ഉണക്കി ഇതുപോലെ കളർ ചെയ്യണമെങ്കിൽ അവരിതിൻ്റെ അകത്ത് കളർ സ്പ്രേ ചെയ്തേക്കുകയാണ്. ഇങ്ങനെ കളർ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഫ്രൂട്ടിൻ്റെ ഒന്നും കളർ ചെയ്യേണ്ട